നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 16-ാമത്തെ കഥ, വധുവിൻ്റെ വിചിത്ര വാഗ്ദാനം. വേതാളം പിന്നെയും കഥ പറഞ്ഞു തുടങ്ങി. മഗധ രാജ്യത്തെ ധനാഢ്യനായ ഒരു വ്യാപാരിക്ക് പ്രഭാകരൻ എന്നൊരു പുത്രനും തവമണി എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു. അയൽക്കാരനും സമവയസ്കനുമായിരുന്ന ദിവാകരൻ എന്ന യുവാവ് പ്രഭാകരൻ്റെ ഉറ്റ ചങ്ങാതിയായി വർത്തിച്ചു വന്നു. അവർ തമ്മിലുള്ള ചങ്ങാത്തം അജിരേണ ദിവാകരന് തവമണിയുടെ പേരിലുള്ള അനുരാഗത്തിന് വഴിതെളിച്ചു. പക്ഷേ അവരുടെ വിവാഹത്തിന് അവർ തമ്മിലുള്ള ജാതി വ്യത്യാസം അനുവദിച്ചില്ല. തങ്ങൾ ഒരിക്കലും അപ്രകാരമൊരു ബന്ധം അനുവദിക്കുകയില്ലെന്ന് യാഥാസ്ഥിതികത്വത്തിൽ അടിയുറച്ചിരുന്ന തവമണിയുടെ മാതാപിതാക്കൾ തീർത്തു പറഞ്ഞു. ഈ സംഭവം ദിവാകരനെ കൊടിയ നിരാശയിൽ ആമഗ്നനാക്കി. ഒടുവിൽ വിവാഹമില്ലെങ്കിൽ മോഹനിവൃത്തിയെങ്കിലും നേടാമെന്ന് കരുതി അവൻ തവമണിയെ തൻ്റെ ആഗ്രഹം അറിയിച്ചു. നൈരാശ്യ നിമഗ്നയായിരുന്ന അവൾ പറഞ്ഞു, എന്തു ചെയ്യാം, നമുക്ക് ഭാര്യാഭർത്താക്കന്മാരായി കഴിയാൻ ഈ ജന്മം സാധ്യമല്ല. എന്തെന്നാൽ എൻ്റെ അച്ഛനമ്മമാർ അപ്രകാരം ഒരു മിശ്ര വിവാഹത്തിന് അനുവദിക്കുകയില്ല. ഞാൻ ഒരു ഉപായം പറയാം. അങ്ങയുടെ മോഹനിവൃത്തി വരുത്തുവാൻ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. എന്നെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അങ്ങയുടെ ആഗ്രഹമായിരിക്കും ആദ്യം സാധിച്ചു തരുന്നത്. നിശ്ചയം. എന്താ, തൃപ്തിയായില്ലേ? അങ്ങനെ മതിയെന്ന് അവൻ സമാധാനിച്ചു. നാളുകൾ കുറേ കഴിഞ്ഞുപോയി. തവമണിയുടെ വിവാഹം യഥാകാലം ആഘോഷിക്കപ്പെട്ടു. അവൾ ഭർതൃഗൃഹത്തിലെത്തി. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ രാത്രി അവൾ സ്വഭർത്താവിനോടൊന്നിച്ച് ദാമ്പത്യ മണിമഞ്ചത്തിൽ ശയിക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് താൻ ദിവാകരനോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം ഓർമ്മ വന്നു. അവൾ എന്തു ചെയ്യും? ഭർത്താവിനെ വഞ്ചിച്ച് പരപുരുഷനെ പ്രാപിക്കുക അക്ഷന്തവ്യമായ ഘോര അപരാധമാണ്. ഏവം വിധമുള്ള വിഭിന്ന ചിന്തകളിൽപ്പെട്ട് അവൾ അതിയായ മനോവേദന അനുഭവിച്ചു. അവൾ ഇപ്രകാരം ദുഃഖിച്ചിരിക്കുന്നത് കണ്ട് ഭർത്താവ് ചോദിച്ചു, പ്രിയേ, സർവവും മറന്ന് ആനന്ദിക്കേണ്ട ഈ വേളയിൽ ഭവതി ദുഃഖിതയായി കാണപ്പെടുന്നു. ഞാൻ നിനക്ക് അഹിതമായ എന്തെങ്കിലും പ്രവർത്തിച്ചിരിക്കുമോ? അറിഞ്ഞു ഞാൻ യാതൊരു അപ്രിയവും ചെയ്തിട്ടില്ല. ഏതിനും പരമാർത്ഥം തുറന്നു പറയുക. അവൾ മറുപടി പറഞ്ഞു, പ്രാണനാഥ, ഞാൻ ഒരു വലിയ ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മോചനം നേടാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ ജീവിതത്തിൽ സത്യത്തെ മാത്രമാണ് കാര്യമായി കരുതുന്നത്. വാഗ്ദാന ലംഘനം സത്യലംഘനമാണെന്നതിൽ സംശയമില്ലല്ലോ. ഞാൻ അതെങ്ങനെ പറയും? പ്രാണവല്ലഭ, നമ്മുടെ വിവാഹത്തിനു മുമ്പ് ഞാൻ തിരുത്താനാവാത്ത ഒരു തെറ്റ് ചെയ്തു പോയി. ഒരു ഘോര അപരാധം. ഞാൻ എല്ലാം തുറന്നു തന്നെ പറയാം. എനിക്ക് ഒരു ബാല്യകാല സുഹൃത്തുണ്ടായിരുന്നു. ഞങ്ങളുടെ അയൽവീട്ടിലെ ദിവാകരൻ എന്ന യുവാവും ഞാനും തമ്മിൽ ദൃഢ അനുരക്തരായിത്തീർന്നു. പക്ഷേ ഞങ്ങളുടെ വൈജാത്യം കാരണം ഞങ്ങൾ തമ്മിലുള്ള വിവാഹം സാധ്യമല്ലായിരുന്നു. ഞങ്ങൾ ഇരുവരും വളരെ സങ്കടപ്പെട്ടു. ഒടുവിൽ ഞാൻ അയാളോട് ഒരു വാഗ്ദാനം ചെയ്തു പോയി. എൻ്റെ വിവാഹം കഴിഞ്ഞാൽ ആദ്യമായി അയാളുടെ ആവശ്യം സാധിച്ചു കൊടുക്കാമെന്ന്. നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഇത് ആദ്യത്തെ ദിവസമല്ലേ? എൻ്റെ വാഗ്ദാനത്തെ എങ്ങനെ നിറവേറ്റും? നിറവേറ്റിയില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? ഈ ചിന്തയാണ് എന്നെ പീഡിപ്പിക്കുന്നത്. അവൾ തേങ്ങിക്കരഞ്ഞു. തൻ്റെ പ്രിയപത്നി എത്ര വലിയ ധർമ്മസങ്കടത്തിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഭർത്താവ് ആർദ്രചിത്തനായി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഭവതി ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഭവതിയുടെ സത്യനിഷ്ഠ എനിക്ക് ഭവതിയുടെ പേരിലുണ്ടായിരുന്ന പ്രേമത്തെ ദ്വിഗുണീഭവിപ്പിച്ചിരിക്കുന്നു. ഭവതിയുടെ വാഗ്ദാനം നിറവേറ്റുക തന്നെ വേണം. അപ്രകാരം നിറവേറ്റിക്കൊടുക്കാൻ ഞാൻ സർവാത്മനാ സമ്മതിച്ചിരിക്കുന്നു. പോയി വരിക. ഭർത്താവിൻ്റെ അനുമതിയും പ്രോത്സാഹനവും ലഭിച്ചതനുസരിച്ച് തവമണി ആ രാത്രിയിൽ തന്നെ ദിവാകരൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. ഇപ്രകാരം കുറേ ദൂരം നടന്നപ്പോൾ വഴിയിൽ വെച്ച് ഒരു കള്ളൻ അവളെ തടഞ്ഞു നിർത്തി. അവനും അവളുമായി രമിക്കുകയാണ് ആവശ്യം. അവൾ ധൈര്യം അവലംബിച്ച് മറുപടി പറഞ്ഞു, അയ്യോ, അതിനെന്താ? ഞാൻ തൽക്കാലം ഒരു അത്യാവശ്യ കാര്യം പ്രമാണിച്ചു പോവുകയാണ്. മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ആവശ്യം നിർവഹിച്ചു തന്നുകൊള്ളാം. ഞാൻ ഒരിക്കലും വാക്കുമാറുകയില്ല. ഇത് സത്യം. അവളുടെ വാക്കുകൾ വിശ്വസിച്ച് അവൻ അവളെ വിട്ടയച്ചു. ചോരനാകട്ടെ കൂരിരുളിൽ ആകാശക്കോട്ട കെട്ടി ഉയർത്തിക്കൊണ്ട് ഞെളിഞ്ഞു നടക്കാനും തുടങ്ങി. അവനെ ആശ കൊടുത്തു നിർത്തിയ ശേഷം തവമണി നേരെ നടന്ന് ദിവാകരൻ്റെ ഭവനത്തിലെത്തി. ഇതിനകം അവൾ ഒരു സാഹസികയായി തീർന്നിരുന്നു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, നമ്മുടെ പഴയ വാഗ്ദാനം നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ അർദ്ധരാത്രിയോടടുത്ത ഈ സമയം ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നെ യഥേഷ്ടം അനുഭവിച്ചു കൊള്ളുക. അവളുടെ സാഹസികമായ നിലയും കാതരമായ മുഖഭാവവും
ദിവാകരനിൽ ഒരു സമൂല പരിവർത്തനമുളവാക്കി. അയാൾക്ക് അവളുടെ പേരിൽ എന്തെന്നില്ലാത്ത ആദരവും വാത്സല്യവും തോന്നി. പശ്ചാത്താപം അവനെ ഒരു ജീവച്ഛവമാക്കി തീർത്തു. നെഞ്ചു പൊട്ടുമാറി വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, പ്രിയ സഹോദരി, എൻ്റെ അവിവേകം പുറത്ത് എനിക്ക് മാപ്പു തരിക. യൗവനത്തിളപ്പുകൊണ്ട് ഞാൻ മൃഗീയമായ വികാരത്തിനടിമപ്പെട്ട് ഘോരപാതകം അനുവർത്തിച്ചു പോയി. ഭവതിയുടെ സത്യദീക്ഷയും മഹത്തായ ത്യാഗമനോഭാവവും എന്നിൽ സമൂല പരിവർത്തനമുളവാക്കിയിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സമ്പത്താണ് ചാരിത്രം. അതാണ് ഭവതി എനിക്ക് വേണ്ടി ബലി കഴിക്കാൻ സന്നദ്ധയായത്. എന്തിന്? ഭവതിയുടെ സത്യപ്രതിജ്ഞ പരിപാലനത്തിനു വേണ്ടി. ഈ നിമിഷം വരെ ഞാൻ ഒരു പിശാചായി ഇരുന്നു. ഭവതിയുടെ ആത്മസമർപ്പണം എന്നെ ഒരു ദേവനായി മാറ്റിയിരിക്കുന്നു. ഇനിമേൽ സ്ത്രീവർഗത്തെ മുഴുവൻ ഞാൻ അമ്മയോ സഹോദരിയോ ആയി മാത്രമേ കരുതുകയുള്ളൂ. ഇത് സത്യം, സത്യം. അവരിരുവരും പൊട്ടിക്കരഞ്ഞു. ഒരു സഹോദരി എന്ന പോലെ ദിവാകരൻ തവമണിയുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അനന്തരം അയാൾ പറഞ്ഞു, ഭവതിയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഭവതി ഉടൻ ഇവിടെ നിന്ന് മടങ്ങണം. അല്ലെങ്കിൽ ഞാൻ പശ്ചാത്താപഭാരം കൊണ്ട് നിന്ന നിലയിൽ ദഹിച്ചു പോകും. ഭവതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ആരും കാണാത്ത വിധം പിന്നിലായി നടന്ന് ഭവതിയുടെ വീട് വരെ വന്നുകൊള്ളാം. വേണ്ട വേണ്ട, അവൾ ഖണ്ഡിതമായി പറഞ്ഞു. എനിക്ക് യാതൊരു അകമ്പടിയും ആവശ്യമില്ല. ഞാൻ അതിന് അനുവദിക്കുകയുമില്ല. അങ്ങ് നിർബന്ധം പിടിക്കരുത്. ഞാനിതാ പോകുന്നു. അയാൾ എത്ര നിർബന്ധിച്ചിട്ടും തനിക്ക് അകമ്പടി വരുവാൻ അവൾ അനുവദിച്ചില്ല. ഒടുവിൽ അയാൾ അവളുടെ നിശ്ചയദാർഢ്യത്തിന് കീഴ്വഴങ്ങുവാൻ തന്നെ നിർബന്ധിതനായി. താൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അവളെ യാത്രയാക്കി. പക്ഷേ അവൾ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അയാൾ അവളുടെ രക്ഷയ്ക്ക് വേണ്ടി പാത്തും പതുങ്ങിയും അവളെ പിൻപറ്റി ചെല്ലുന്നുണ്ടായിരുന്നു. കൂരിരുളിൽ അവൾ ആ വസ്തുത അറിഞ്ഞതുമില്ല. അങ്ങനെ കുറേ ദൂരം നടന്ന് തവമണി തന്നെ കാത്തുനിന്നിരുന്ന ചോരൻ്റെ സമീപത്തെത്തി. തൻ്റെ മൃഗീയമായ കാമത്തിൻ്റെ സാഫല്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ വഴിയരികിൽ പതുങ്ങി നിൽക്കുകയാണ്. അവനെ ധീരമായി സമീപിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഞാൻ അല്പം താമസിച്ചു പോയി. അങ്ങ് എന്നെ കാത്തിരുന്ന് വളരെ വിഷമിച്ചിരിക്കും. ക്ഷമിക്കണം. എൻ്റെ വാഗ്ദാനം നിറവേറ്റുവാൻ ഞാനിതാ എത്തിയിരിക്കുന്നു. ഇനി ഒട്ടും താമസിക്കണ്ട. എന്നെ യഥേഷ്ടം അനുഭവിച്ച് തൃപ്തനായാലും. എന്തിനും സന്നദ്ധ എന്നോണം അവൾ ഒരു സാഹസികയെപ്പോലെ നിലകൊണ്ടു. അവളുടെ നിശ്ചയദാർഢ്യം പ്രചോദിപ്പിക്കുന്ന വാക്കുകളും നിലപാടും ആ പെരുവഴി കള്ളനിൽ ഒരു സമൂല പരിവർത്തനം വരുത്തി. പശ്ചാത്താപത്തിൻ്റെ അഗ്നിജ്വാല അവനെ നിന്ന നിലയിൽ ദഹിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതിൽ ലേശവും അതിശയോക്തിയില്ല. തൽക്ഷണം അവൻ അവളുടെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത ശേഷം എഴുന്നേറ്റ് നിന്ന് ശോകനിർഭരമായ സ്വരത്തിൽ മുരണ്ടു. ഭവതി ഒരു മനുഷ്യ സ്ത്രീയല്ല, തീർച്ച. ഭവതി ഒരു ദേവി. ഈ നിമിഷം മുതൽ എൻ്റെ ആരാധ്യ ദേവത. ഇതുവരെ ഞാൻ ഒരു പെരുവഴിക്കള്ളനും കൊലപാതകിയുമായിരുന്നു. ഇനിമേൽ ഞാൻ സർവസംഗ പരിത്യാഗിയായ ഒരു യോഗിയായി ജീവിക്കും. എൻ്റെ ദേവിയുടെ നിസ്തുലമായ ആത്മസമർപ്പണം എൻ്റെ അഭിശക്തമായിരുന്ന ജന്മത്തെ ധന്യമാക്കി തീർത്തിരിക്കുന്നു. അപ്പോൾ ഞാനിനി അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകണം. അംഗരക്ഷകനായി ഈ പെരുവഴി തരണം ചെയ്യുന്നതുവരെയെങ്കിലും ഞാൻ പിൻപറ്റി വന്നുകൊള്ളാം. അതുമാത്രം വേണ്ട, തനിയെ നടന്ന് എൻ്റെ വീട്ടിലെത്താനുള്ള ആത്മധൈര്യവും തൻ്റെ ഇടവും എനിക്കുണ്ട്. നിങ്ങൾക്ക് സർവ്വഭാവുകങ്ങളും ദൈവം അനുഗ്രഹിച്ചരുളട്ടെ. ഇത്രയും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അവൾ ജലബാലികാ സദൃശം അവിടെ നിന്നും നടന്നു മറഞ്ഞു. കുറേ ഏറെ നേരം അവൾ പോയ വഴിക്ക് നോക്കി നിന്ന ശേഷം ചോരൻ ഏതോ ഗൂഢമാർഗത്തിലൂടെ നടന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. തവമണി നേരെ ഭർത്തൃസവിധത്തിലെത്തി നടന്ന സംഭവങ്ങളെല്ലാം അയാളെ വിശദമായി അറിയിച്ചു. തൻ്റെ പ്രിയപത്നിയുടെ സത്യപ്രതിജ്ഞ പരിപാലന നിഷ്ഠയെ വാനോളം പുകഴ്ത്തി. അപ്രകാരം ഒരു ദിവ്യാംഗയെ തനിക്ക് പത്നിയായി ലഭിച്ചതിൽ അയാൾ സ്വയം അഭിമാനിച്ചു, കൃതാർത്ഥത അടഞ്ഞു. അങ്ങനെ ആ ദമ്പതിമാർ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി പിൽക്കാലങ്ങൾ പ്രശാന്ത ജീവിതം നയിക്കുകയും ചെയ്തു. വേതാളം ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിയ ശേഷം രാജാവിനോട് ചോദിച്ചു, പ്രഭോ, ഇപ്പറഞ്ഞ 3 പേരിൽ ആരുടെ പ്രവൃത്തിയാണ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത്? വിക്രമാദിത്യൻ പ്രതിവചിച്ചു, സംശയമെന്ത്? ആ പെരുവഴി കവർച്ചക്കാരൻ്റെ തന്നെ. ഉടൻ തന്നെ വേതാളം തൻ്റെ കെട്ടഴിച്ച് അവിടെ നിന്ന് ഓടി പഴയ പോലെ മുരുക്കുമരത്തിൽ കയറി തൂങ്ങിക്കിടന്നു. നന്ദി.